Hi students, welcome to our class. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിലെ ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചാർജ്. ചാർജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി. ഒരു മെറ്റീരിയൽ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് മാസ്. മാസിനെ പോലെ തന്നെ ഇപ്പൊ ഒരു പേന എടുക്കുകയാണെങ്കിൽ ആ പേനയ്ക്ക് ഒരു ഗിവൺ മാസ് ഉണ്ട് അല്ലെ. അതുപോലെ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാവ് മാസ് അല്ലെ. എല്ലാ സാധനത്തിനും മാസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം മാസ് ഈസ് ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി. അതുപോലെ തന്നെയാണ് ചാർജും. ചാർജ് എന്ന് പറയുന്നതും ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡിയാണ്. ചില ബോഡിയിൽ അത് പോസിറ്റീവായിട്ടും ചില ബോഡിയിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അത് ന്യൂട്രൽ സ്റ്റേറ്റില് പോസിറ്റീവും നെഗറ്റീവും കമ്പൈൻ ചെയ്ത് ന്യൂട്രൽ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. അപ്പോ ചാർജ്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ട് ടൈപ്പ് ചാർജ് ആണുള്ളത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം there are two types of charges, positive and negative. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്തു. രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്താൽ അവ എന്തെന്ന് പറയാം, ലൈറ്റ് ചാർജസ് ആണ്. രണ്ട് നെഗറ്റീവ് ചാർജ് എടുത്തു, അതും എന്താണ്, ലൈറ്റ് ചാർജസ് ആണ്, ഒരേപോലത്തെയാണ്. ഓക്കെ, അപ്പൊ ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽസ് ഈച്ച് അതർ. ഓക്കെ, ലൈറ്റ് ചാർജസ് റിപ്പൽസ്. ഇനി ഒരു ചാർജ് പോസിറ്റീവും ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിലോ അൺലൈക്ക് ആണ് അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ആണ്. അപ്പൊ അൺലൈക്ക് ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ലൈറ്റ് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചാർജ് എങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷൻ ഉണ്ടോ, ഡയറക്ഷൻ ഇല്ലയോ. ദാറ്റ് മീൻസ് സ്കെയിലാർ ആണോ വെക്ടർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആയി. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗിവൺ ബോഡി ഉണ്ട്. ആ ബോഡിയിൽ ലാർജ് നമ്പർ ഓഫ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് +1 കൂളും, +2 കൂളും, +3 കൂളും ആൻഡ് -4 കൂളും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ നെറ്റ് ചാർജ് പ്രസന്റ് ഇൻ ദിസ് ബോഡി. നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ക്യൂ നെറ്റ് എന്ന് പറയുന്നത് +1 കൂളും, +2 കൂളും, +3 കൂളും, +-4 കൂളും. അപ്പൊ എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും, നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 3 + 2 5, 5 + 1 6, 6 - 4 = 2 കൂളും. ഓക്കെ, അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, +2 കൂളും ആണ്. എന്ന് പറഞ്ഞാൽ we can add all the charges in a given body. അതാണ് additive nature of charge എന്ന് പറയാം. അപ്പൊ additive nature of charge അനുസരിച്ച് we can add all the charges in a given body. അഞ്ചാമത് വരുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജിൽ വരുന്നത് ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ചാർജിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. പക്ഷെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, അപ്പൊ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ഫിഫ്ത്ത് പോയിന്റ്. ഓക്കെ, സിക്സ്ത് പോയിന്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് നെറ്റ് ചാർജ് ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്.
എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ഇ. ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, നെഗറ്റീവ് ആയിട്ട് എടുക്കാം. കാരണം ചാർജസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പൊ നെറ്റ് ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ Q ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇ. n എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. ഇ എന്ന് പറയുന്നതിന്റെ വാല്യൂ, ഇ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ആണ്. അതിന്റെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ പറയുന്നത് ഒരു ബോഡിയിലെ ചാർജ് എപ്പോഴും ഇന്റിജേഴ്സേ വരാമുള്ളൂ. എന്ന് പറഞ്ഞാൽ 1e, 2e, 3e, 4e അങ്ങനെ ചാർജ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് 1.5 ചാർജ് അല്ലെങ്കിൽ 1.25 ചാർജ്, 1.25 ചാർജ് അങ്ങനെയൊന്നും ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ്സിൽ വരില്ല ചാർജ്. എപ്പോഴും ഇന്റിജേഴ്സ് ആയിട്ട് ചാർജ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് there are two types of charges ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സെക്കൻഡ് വൺ, ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് each other. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഫോർത്ത് പോയിന്റ് അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ്. അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ ആഡ് ഓൾ ദ ചാർജസ് ഇൻ എ ഗിവൺ ബോഡി. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് ഈസ് ചാർജ് ഈസ് കൺസർവ്. കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് വരിക. കൺസർവേഷൻ അനുസരിച്ച് ഒരു ചാർജ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സിക്സ്ത് പോയിന്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചാർജ് എങ്ങനെയായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ആണ്. ഇന്റിജേഴ്സ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഫ്രാക്ഷണൽ വാല്യൂസ് അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു ബോഡിയെ ചാർജ് ചെയ്യാം എന്ന് നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി? 3 മെത്തേഡ്സ് ആണ് നമുക്ക് ചാർജിങ്ങിനുള്ളത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. And the first one, charging by friction. First one, charging by friction. Okay. Charging by friction la ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിന് മേളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരസാണ്. When one body is rubbed over the surface of the another body, charge get transferred from one body to another body. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ, നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്. ഇത് ഗ്ലാസ് റോഡ്. ഈ ഗ്ലാസ് റോഡിനെ നമ്മൾ എന്ത് ചെയ്തു? സിൽക്ക് വെച്ച് റബ് ചെയ്തു. ഓക്കെ, when this glass rod is rubbed with a silk, glass rod attains positive charge and silk attains negative charge. ഗ്ലാസ് റോഡിന് എന്ത് കിട്ടി? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടി. അതുപോലെ തന്നെ സിൽക്കിന് നെഗറ്റീവ് ചാർജസും കിട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം? ഗ്ലാസ് റോഡിലെ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ ഉരസുമ്പോ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് ആ ഗ്ലാസ് റോഡിന് പുറത്തേക്ക് വരും. എന്നിട്ട് അത് ആരിലേക്ക് മൂവ് ചെയ്യും? സിൽക്കിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ സിൽക്കിന് ഇലക്ട്രോൺസ് കിട്ടി. The body which gain electrons attains negative charge. Okay, ഏതൊരു ബോഡിയാണോ ഇലക്ട്രോൺസിനെ അറ്റൈൻ ചെയ്യുന്നത് അത് നെഗറ്റീവ് ചാർജ് ആയിട്ടും, ഏതൊരു ബോഡിയാണോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത് അത് പോസിറ്റീവ് ചാർജസ് ആയിട്ടും അപ്പിയർ ചെയ്യും. നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എബണൈറ്റ് റോഡ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു എബണൈറ്റ് റോഡ് ഉണ്ട്, ഫർ ഉണ്ട്. ഓക്കെ,
എബണൈറ്റ് റോഡിനെ നമ്മൾ ഫെർ വെച്ച് എന്ത് ചെയ്യാണ്, ഉരയ്ക്കുകയാണ്. അങ്ങനെ ഉരയ്ക്കുമ്പോൾ എബണൈറ്റ് റോഡിന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. എബണൈറ്റ് റോഡ് അറ്റൈൻസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഫെർ അറ്റൈൻസ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ എന്തായിരിക്കാം കാരണം? ഫെറിലുള്ള ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? എബണൈറ്റ് റോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജും ഫെറിന് എന്തും കിട്ടി? പോസിറ്റീവ് ചാർജും കിട്ടി. അപ്പൊ ഇതാണ് എന്തെന്ന് പറയാ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഓഫ് ചാർജിങ്, അത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷനില് ഇപ്പൊ ഫസ്റ്റ് മെത്തേഡ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ ചാർജ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ്, ആ ഗ്ലാസ് റോഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ആ ബോഡിയെ നമ്മൾ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോ when a charged body is placed near an uncharged body, uncharged ബോഡിയുടെ അടുത്ത് നമ്മൾ ഒരു ചാർജ്ഡ് ബോഡി വെച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഈ അൺചാർജ്ഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും കമ്പൈൻഡ് ആയിട്ട് അഥവാ ന്യൂട്രൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനാൽ എന്താവും? അട്രാക്റ്റഡ് ആവും, എന്നിട്ട് അത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജ് കൊണ്ട് എന്തോരം റിപ്പൽ ചെയ്യും, അത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവും നെഗറ്റീവും ചാർജ് എന്ത് ചെയ്യും? രണ്ട് എൻഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ നെഗറ്റീവ് ചാർജസും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ നെഗറ്റീവ് ചാർജസും നിയറർ എൻഡിലേക്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. എല്ലാ പോസിറ്റീവ് ചാർജസും ഫർദർ എൻഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ എർത്ത് ചെയ്യാണ്. ഓക്കെ, എർത്ത് ചെയ്യുമ്പോ എന്താ അവിടെ നടക്കുക? ഈ പോസിറ്റീവ് ചാർജ് ഡിസപ്പിയർ ആയി. എങ്ങനെ പോസിറ്റീവ് ചാർജ് ഡിസപ്പിയർ ആയി? ഇലക്ട്രോൺസ് ഫ്രം ദ എർത്ത് ഡിസപ്പിയേഴ്സ് ദിസ്, അല്ലെ, ന്യൂട്രലൈസ് ദിസ് പോസിറ്റീവ് ചാർജ്. എർത്തിൽ നിന്ന് വന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ആ പോസിറ്റീവ് ചാർജിനെ എല്ലാം എന്ത് ചെയ്തു? ന്യൂട്രലൈസ് ചെയ്തു. അപ്പോ ഇതെല്ലാം ന്യൂട്രലൈസ്ഡ് ആയി പോയി. ഇനി നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ നെഗറ്റീവ് ചാർജും ഒരു എൻഡിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ എന്താ അവിടെ വേണ്ടത്? ഈ ചാർജ് കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഈ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യാം? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഗ്ലാസ് റോഡിനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്താ നമ്മൾ ചെയ്യാം? ഈ ബോഡി അകലേക്ക് കൊണ്ടുപോയി. അപ്പൊ അകലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ നെഗറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ഇറ്റ്സ് സർഫസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജ് ഉള്ള ഒരു ബോഡിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോ ഒരു ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡിയുമായിട്ട് എന്ത് വരും? പ്ലേസ്ഡ് നിയർ, കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. When a charged body is placed near an uncharged body. Okay. ഇപ്പൊ മൂന്നാമത്തെ മെത്തേഡ്, തേർഡ് മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷനില് നമ്മുടെ അടുത്ത് ഒരു ചാർജ്ഡ് ബോഡി ഉണ്ട്. ഗ്ലാസ് റോഡ് ഉണ്ട്. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടിയ ഗ്ലാസ് റോഡ് ആയിരുന്നു. ബൈ ഫ്രിക്ഷൻ നമ്മൾ പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു അൺചാർജ്ഡ് ബോഡി ഉണ്ട്. ആ അൺചാർജ്ഡ് ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്?
അൺചാർജ്ഡ് ബോഡി വിച്ച് ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ചാർജ്ഡ് ബോഡി. ചാർജ്ഡ് ബോഡിയുമായിട്ട് എവിടെ ഇങ്ങനെ വെച്ചു? കോണ്ടാക്റ്റിൽ വെച്ചു. When the uncharged body is in contact with the charged body, what will happen there? Charge transferred from charged body to uncharged body. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എന്താ ചെയ്തത്? ഈ അൺചാർജ്ഡ് ബോഡിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? സിമിലർ ടൈപ്പ് ഓഫ് ചാർജ് ഉള്ള വേറൊരു ബോഡിയും കൂടെ കിട്ടി. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് ചാർജ് ഉള്ള ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചാർജിങ് ബൈ കണ്ടക്ഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ ചാർജ്ഡ് ബോഡി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് അൺചാർജ്ഡ് ബോഡി. ഓക്കെ, അപ്പൊ 3 മെത്തേഡായി: ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ് ചാർജ്, ചാർജിന്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെയെല്ലാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി, ഇതെല്ലാം. അപ്പൊ നമ്മളത് പഠിച്ചു. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.